മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസം ഉറപ്പാക്കാൻ പ്രത്യേക ക്യാമ്പയിൻ നമ്മൾ ആരംഭിക്കുന്നു. 24 ആരംഭിക്കുകയാണ്. വേഗം വേണം പുനരധിവാസം. വേഗം വേണം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസ പട്ടിക വിവാദമായ പശ്ചാത്തലത്തിൽ ഇന്ന് പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരുന്നു. ഓൺലൈനായിട്ടാണ് മന്ത്രിസഭാ യോഗം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3:30 മണിക്ക് ചേരുക. 388 കുടുംബങ്ങളെ ഉൾപ്പെടുത്തി സർക്കാർ പുറത്തുവിട്ട കരട് പട്ടികയെ ചൊല്ലി ദുരന്തബാധിതർ പ്രതിഷേധിച്ചിരുന്നു. അനർഹർ പട്ടികയിൽ കടന്നുകൂടിയെന്നും ദുരന്തബാധിതർ ചിലർ ഒഴിവാക്കപ്പെട്ടെന്നുമായിരുന്നു പരക്കെ ഉണ്ടായ ആക്ഷേപം. വേഗം വേണം പുനരധിവാസം ക്യാമ്പയിനുമായി 24 വരുന്നു. ചൂരൽമലയിൽ നിന്ന് ഹാഷ്മി താജ് ഇബ്രാഹിം, മുണ്ടക്കയിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത്, തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷ് എന്നിവർ തത്സമയം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. ഹാഷ്മി, ചൂരൽമലയിലേക്ക് നമ്മൾ മടങ്ങുമ്പം എന്ത് പൊട്ടത്തരമാണ് ഈ പട്ടികയിൽ ഉൾപ്പെടുത്തി വെച്ചിരിക്കുന്നത് നമ്മൾ ആലോചിച്ചു പോകും. മാത്രവുമല്ല, 3 മാസങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു പട്ടികയിൽ ഇത്ര കൂടുതൽ തെറ്റുകൾ കടന്നുകൂടുക, കാര്യക്ഷമതയില്ലാത്ത ഉദ്യോഗസ്ഥന്മാർ ആരാണെന്ന് കണ്ടുപിടിച്ച് ജനമധ്യത്തിലേക്ക് കൊണ്ടുവരേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. കാശ്മീർ ചൂരൽമലയിൽ നിൽക്കുമ്പോൾ കാര്യം നമുക്ക് മുന്നിൽ മണ്ണടിഞ്ഞു പോയ എത്രയോ മനുഷ്യരുടെ ഓർമ്മകൾ നമ്മൾ തങ്ങി നിൽക്കുമ്പോഴാണ് ഇത്തരമൊരു അബദ്ധ പഞ്ചാംഗമായി മാറിയ ഒരു പട്ടികയുമായി സർക്കാർ രംഗത്ത് വന്നത്. കാശ്മീർ, ഗുഡ് മോർണിംഗ്. എസ്കേൻ, ഉറപ്പായും എസ്കേൻ, അത് രാജ്യമെല്ലാം ലോകം തന്നെ കണ്ടൊരു മഹാദുരന്തമായിരുന്നു, ഒരു വലിയ ദുരന്തമായിരുന്നു. ആ ദുരന്തം കഴിഞ്ഞത് എസ്കേൻ ഇപ്പോൾ 5 മാസങ്ങൾ പൂർത്തിയാവാൻ പോവുകയാണ്. 5 മാസങ്ങൾക്ക് ഇപ്പം നമ്മളന്ന് ഇവിടെ വന്നവരാണ്. ഇവിടെ വന്ന ആ സങ്കടങ്ങളും വേദനകളും ആദികളും പ്രാണഭയങ്ങളൊക്കെ നമ്മൾ കണ്ടവരാണ്. അങ്ങനെ ആ മഹാദുരന്തത്തെ രക്തസാക്ഷികളായി ജീവിക്കുന്നവരുടെ ആശങ്കകൾ അതിന് പരിഹാരമാവുന്നില്ലെന്ന് മാത്രമല്ല, അത് കടൽ ദൂരത്തോളം ആകാശ ദൂരത്തോളം അകലെയാണ് എന്നതാണ് ഏറ്റവും വലിയ വേദന, ദൗർഭാഗ്യം. എസ്കേൻ പറഞ്ഞതുപോലെ 5 മാസങ്ങൾക്ക് ഇപ്പുറം വരുന്ന ഒരു കരട് പട്ടിക സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഒരു മാനിഫെസ്റ്റോ ആണ് എസ്കേൻ. അത് അല്ലെങ്കിൽ മുന്നോട്ട് വെക്കേണ്ട പുനരധിവാസത്തിനൊപ്പം സർക്കാർ എത്രത്തോളം ഗൗരവത്തിലുണ്ട് എന്ന് ലോകത്തെ അറിയിക്കുന്ന, കേരളത്തെ അറിയിക്കുന്ന ഒരു മാനിഫെസ്റ്റോ ആണ്. നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ, മന്ത്രിമാർ പറഞ്ഞുകൊണ്ടിരുന്നത് ലോകത്തിന് തന്നെ മാതൃകയായ ഒരു പുനരധിവാസം ഇവിടെ സാധ്യമാകുമെന്നുള്ളതാണ്. പക്ഷേ മാനിഫെസ്റ്റോ അല്ലെങ്കിൽ ആ കരട് പട്ടിക അങ്ങേയറ്റം അബദ്ധ പഞ്ചാംഗമായി, ഒരുപക്ഷെ ഉരുൾപൊട്ടൽ ദുരന്തത്തോളം പോകുന്ന ഒരു ദുരന്ത പട്ടികയായി മാറിയ വേദനയും സങ്കടവും അമർഷവും ധാർമ്മിക രോഷവും ഒക്കെ ഇവിടുത്തെ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. സ്കേൻ, ഇവിടുത്തെ കുറേ അധികം ആളുകൾ നമുക്കിപ്പോൾ ഉണ്ട്. ആക്ഷൻ കൗൺസിലിൻ്റെ നേതൃത്വം കൂടിയുണ്ട്. യൂനിസ് ഇത് അടിമുടി എന്തിനിപ്പോൾ അനർഹർ കടന്നുകൂടി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. ഡബിളിംഗ് എന്നൊക്കെ പറഞ്ഞാൽ എന്ത് കഷ്ടമാണ്. ഡബിളിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പേര് പിന്നെയും ആവർത്തിക്കുക. അപ്പോൾ എത്രത്തോളം നിസ്സാരമായി, എത്രത്തോളം സീരിയസ്നെസ് ഇല്ലാതെ തയ്യാറാക്കിയ ഒരു പട്ടിക എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും ഇത്രയും 5 മാസമായി ഇപ്പോൾ ഞങ്ങൾ ഇതിന് വെയിറ്റ് ചെയ്തിരിക്കുന്നു. കരട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നുള്ളത് നോക്കി നിൽക്കായിരുന്നു. ഇന്നലെയാണ് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതിൽ വളരെ പ്രയാസപ്പെടുന്ന ആൾക്കാരെ വീണ്ടും പ്രയാസത്തിലേക്ക് ആക്കുന്ന രീതിയിലാണ് ഈ കരട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. മുണ്ടക്കായിൽ മാത്രം 70ഓളം ഡബിൾ എൻട്രിയാണ് വന്നിട്ടുള്ളത്. മുണ്ടക്കായിൽ നിന്ന് പോയ ആൾക്കാർ 15 വർഷം മുമ്പ് പോയ ആൾക്കാർ വന്നിട്ടുണ്ട്. ഒരു വീട് 3 വീടിൻ്റെ അപ്പുറം പെടാൻ സെൻട്രലിലെ വീട് പെട്ടിട്ടുണ്ട്. ഇതുപോലെയുള്ള രീതിയിലാണ് ഈ ലിസ്റ്റ് ഇന്നലെ പ്രസിദ്ധീകരിച്ചത്. വ്യാപകമായിട്ട് ഇതിൽ പ്രതിഷേധമുണ്ട് ഞങ്ങൾക്ക്. എസ്കേൻ, ഓർത്തു നോക്കണം, മുണ്ടക്കൈ 11-ാം വാർഡിൽ 190 ചില്ലുവാനം ആളുകളുടെ പട്ടിക പ്രസിദ്ധീകരിച്ചത് 70ഓളം ഡബിൾ എൻട്രിയാണ്. ഡബിൾ എൻട്രി എന്ന് പറയുമ്പോൾ ഒരാളുടെ പേര് തന്നെ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും വരുന്നു. ഒരു വീട്ടിൽ തന്നെ എല്ലാവരും മരിച്ചുപോയി, അവർക്ക് ഒരുപക്ഷെ വീട് അലോട്ട് ചെയ്യേണ്ടതില്ല, അവരുടെ പേര് വരുന്നു. അങ്ങനെ ആകെ മൊത്തം ഒരു അബദ്ധ പഞ്ചാംഗമായി പോയി ആ കരട് പട്ടിക എന്ന് പറഞ്ഞാൽ പുനരധിവാസത്തേക്ക് വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവർക്ക് മേൽ വീഴുന്ന ഒരു അശനിവാദമാണ് ആ പട്ടിക. 100%. കാരണം ഒരു 5 മാസത്തോളമായി നമ്മൾ ദുരന്തം നടന്നിട്ട്, അപ്പോൾ ഈ ഒരു കരട് പട്ടിക പ്രതീക്ഷയോട് കൂടിയിട്ടാണ് പ്രദേശവാസികൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് പുനരധിവാസം നടപ്പിലാകുന്നുള്ളതാണ് തോന്നിയിട്ടുള്ളത്. പക്ഷേ മിനിയാന്ന് വൈകിട്ടോടു കൂടി പുറത്തിറങ്ങിയ പട്ടിക ഞങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഒറ്റ നോട്ടിൽ തന്നെ ഞങ്ങൾക്ക് കുറച്ച് അപാകത തോന്നിയിട്ടെങ്കിലും വളരെ വിശദമായിട്ട് പരിശോധിച്ചപ്പോൾ ഒരു ഏകദേശം 70ഓളം ഡബിളിങ് വന്നിട്ടുണ്ട്. അതിൽ അത് മുണ്ടക്കൈ മാത്രമാണ് ഡബിളിങ്. 11-ാം വാർഡിൽ മാത്രം ആളുകളുടെ പേരിൽ സ്പെല്ലിങ് ഒരു ചേഞ്ച് ചെയ്തിട്ടുള്ള ആളുകളുടെ പേരിൽ ഏകദേശം 70ഓളം ആളുകൾ ഇത് വന്നിട്ടുണ്ട്. അത് വലിയ പ്രയാസമാണ് ഉണ്ടാക്കുന്നത്. കാരണം അവിടെ അർഹതപ്പെട്ട ആളുകൾ ആ ലിസ്റ്റിൽ കയറാനുണ്ട്. കാരണം ആ പരിസരത്ത് ഇപ്പം മത്തായി കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആ സൈഡിൽ വന്ന പുരകളിൽ പല പുരകളും അതിൽ പെട്ടിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ഓരത്തുള്ള പുരകളൊന്നും അതിൽ പെട്ടിട്ടില്ല.
പിന്നെ മുണ്ടക്കയെ സംബന്ധിച്ചിടത്തോളം 11ാം വാർഡ് പൂർണ്ണമായിട്ടും ഈ എഫക്റ്റഡ് ഏരിയ എന്നുള്ളതാണ് കണക്കാക്കിയിട്ടുള്ളത്. അത് അങ്ങനെയാണല്ലോ ഇതിൻ്റെ പ്രഭവ കേന്ദ്രം എന്നുള്ള നിലക്ക് അത് പിന്നെ മുഴുവൻ ആളുകളും അതിൽ ഉൾപ്പെടണം എന്നുള്ളതാണ്. പക്ഷേ അതിൽ 50ഓളം കുടുംബങ്ങൾ ഇനി അതിൽ പിന്നെ ലിസ്റ്റിൽ വരാനുണ്ട്. അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഫേസ് എന്ന് പറയുന്നത് തന്നെ ഇവിടുത്തെ ദഹിക്കുന്നില്ല. എങ്ങനെയാണ് രണ്ട് ഫേസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ആദ്യഘട്ടത്തിൽ മൊത്തം വീട് പോയവർ എന്ന് പറയുന്നു, രണ്ടാം ഘട്ടത്തിൽ ഈ പറയുന്ന ഭാഗികമായി പോയവർ, അല്ലെങ്കിൽ ഇവിടുത്തെ എന്താ ഇവിടെ ഈ സ്കൂൾ റോഡിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വീടുണ്ട്, പക്ഷെ അങ്ങോട്ട് പോകാൻ റോഡില്ല, ഇവിടെ കറണ്ടില്ല, വൈദ്യുതിയില്ല, വെള്ളമില്ല, പിന്നെ അവരവിടെ എങ്ങോട്ട് പോയി ജീവിക്കും? രണ്ട് ഫേസ് ആക്കിയാൽ രണ്ടാം ഫേസിൽ ജീവിക്കുന്നവരുടെ ഈ കാലതാമസത്തിന് ഉദാഹരണം പറയുമെന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒന്നാമത് രണ്ട് ഘട്ടമാക്കാനുള്ള തീരുമാനം തന്നെ അശാസ്ത്രീയമാണല്ലേ? അശാസ്ത്രീയമാണ്. എത്രയും പെട്ടെന്ന് എല്ലാവർക്കും പുനരുദ്ധാരണം പൂർത്തീകരിച്ചു കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇവിടെ ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും വയനാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലാണ് താമസിക്കുന്നത്. അവർക്ക് ജോലികളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, ഇവിടെ വന്നു പോകുന്ന ബുദ്ധിമുട്ടുണ്ട്. പിന്നെ എത്രയും പെട്ടെന്ന് പുനരുദ്ധാരണം അവർക്ക് ക്രമീകരിച്ചു കൊടുക്കുകയാണെങ്കിൽ സർക്കാരിനും വാടക കൊടുക്കണ്ടല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എത്രയും അടിയന്തരമായിട്ട് നടത്തണം എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ അടുത്ത മഴക്കാലം വരുമ്പോഴത്തേക്ക് ഈ നാടിൻ്റെ പിന്നെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഭാഗവും ഈ പുഴയായിട്ട് സമതലം ഒരേ രീതിയിലാണ് ഉള്ളത്. അപ്പോൾ ഈ പുഴ കോരി വൃത്തിയാക്കിയിട്ട് വെള്ളം പോകാനുള്ള വഴി ഒരുക്കി കൊടുക്കണം. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത പുഴ നിറഞ്ഞൊഴുകുമ്പോൾ വെള്ളം ഇതേപോലെ ഒഴുകും, ഈ ടൗണിൽ കൂടെ ഗതി മാറി ഒഴുകാൻ സാധ്യതയുണ്ട്. ഇത്രയാണ് അതിനെപ്പറ്റി. ഇവിടെ ലോകത്തിന് തന്നെ മാതൃകയാവുന്ന പുനരധിവാസം എന്നാണ് സർക്കാർ പറഞ്ഞിരുന്നത്. എന്ന് പറഞ്ഞാൽ ലോകത്തിന് മാതൃകയാവും, ലോകം കണ്ട് ഞെട്ടും എന്നൊക്കെയാണ്. ഞെട്ടുന്നത് പോയിട്ട് ലോകത്തിന് മുന്നിൽ നമ്മൾ നാണം കെടുന്ന അവസ്ഥ ഈ ഘട്ടത്തിലുണ്ടോ? ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തം നടന്നൊരു നാടാണിത്. ഇപ്പോൾ ഈ നാട്ടിൽ ഇന്നലെ ഒരു കരൾ ലിസ്റ്റ് വന്നിട്ടുണ്ടല്ലോ, അതിലാരും ഉൾപ്പെട്ടിട്ടില്ല. ഉൾപ്പെടാനുള്ള യൂനസ്, അതുപോലെ മറ്റേ അബ്ദുക്ക, അങ്ങനെയുള്ള മുണ്ടക്കൈക്കാരനെ ഈ ഉരുൾപൊട്ടലിൻ്റെ ബക്കിനുണ്ടായ ആൾക്കാരാ, അവർ വരെ അതിൽ ഉൾപ്പെട്ടിട്ടില്ല. ഇതെന്ത് കരൾ ലിസ്റ്റ്? ആരുണ്ടാക്കിയ കരൾ ലിസ്റ്റ്? എന്നാൽ പഞ്ചായത്ത് കൊടുത്ത ലിസ്റ്റ് ഉണ്ട്, അത് ഇതുവരെ അവർ പ്രഖ്യാപിച്ചിട്ടില്ല. ആ പഞ്ചായത്ത് കൊടുത്താൽ ലിസ്റ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും വരില്ല. 500 ചില്ലറ ആൾക്കാരെ പേരുണ്ട് അതിൽ. ഇവരിപ്പോൾ 388ഓളം ആൾക്കാരെ ലിസ്റ്റ് കൊണ്ടാണ് ഇവർ ഇന്നലെ പഞ്ചായത്തിലേക്ക് വന്നിട്ടുള്ളത്. ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം.